ചാനൽ ചർച്ചയ്ക്കിടെ നടത്തിയ വിദ്വേഷ പരാമർശത്തിൽ പി.സി. ജോർജ് തിങ്കളാഴ്ച പോലീസിന് മുന്നിൽ ഹാജരായേക്കും. ഇന്ന് 2 മണിക്ക് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ അദ്ദേഹം ഹാജരായില്ല. പിന്നാലെയാണ് സാവകാശം തേടി എന്ന വാർത്ത. തിങ്കളാഴ്ച ഹാജരാകാം എന്ന വിവരം പോലീസിന് അറിയിച്ചുകൊണ്ട് കത്ത് നൽകിയത്. പി.സി. ജോർജ് വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ആരോഗ്യ പ്രശ്നം കാരണം ഹാജരാകാൻ കൂടുതൽ സമയം വേണമെന്നാണ് ഇപ്പോൾ ഡിവൈഎസ്പിക്ക് നൽകിയിരിക്കുന്ന കത്തിൽ ആവശ്യപ്പെടുന്നത്. വിവരങ്ങൾ നൽകാനായി ഷിനോജ് എസ് ടി ചേരുന്നുണ്ട്. ഷിനോജ്, ഇന്ന് ഹാജരാകാനായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ അത് തിങ്കളാഴ്ച ഹാജരാകാമെന്ന് പി.സി. ജോർജ് അറിയിക്കുന്നുണ്ടെങ്കിലും ഒരു അറസ്റ്റ് നടപടിയിലേക്ക് കടക്കാനാണോ പോലീസിന്റെ നീക്കം? പോലീസ് ഇന്ന് പോകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത് ചില നിയമപരമായ തടസ്സങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ BNS ആക്ട് അനുസരിച്ച്, പ്രത്യേകിച്ച് ഈ 7 വർഷത്തിൽ താഴെ ശിക്ഷ വരുന്ന കേസുകളിൽ ഈ പ്രതിയെ ആദ്യം നോട്ടീസ് നൽകി അതിനുശേഷം അവരെ ചോദ്യം ചെയ്ത് അതിനുശേഷം ഈ അറസ്റ്റിലേക്ക് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസിന് പോകാൻ കഴിയുകയുള്ളൂ. അതാണ് ഇവിടെ ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ചൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഈ പോലീസ് സംഘം ഈരാറ്റുപേട്ടയിലെ പി.സി. ജോർജിന്റെ വീട്ടിലെത്തി നോട്ടീസ് നൽകാനായി എത്തിയത്. പക്ഷേ അവിടെ എത്തിയ സമയത്തേക്ക് പി.സി. ജോർജ് അവിടെ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. രാവിലെയൊക്കെ പി.സി. ജോർജ് അവിടെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ തന്നെ ഈ പോലീസ് എത്തുന്ന സമയം അതിന് മുൻപായിട്ട് പി.സി. ജോർജ് വീട്ടിൽ നിന്ന് മാറി എന്നാണ് സമീപത്തുള്ള വീട്ടിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പി.സി. ജോർജ് മാറി. അതിനനുസരിച്ച് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ പി.സി. ജോർജിനോട് ഹാജരാക്കാൻ പോലീസ് നിർദ്ദേശം നൽകി. പക്ഷേ ഇന്ന് ഹാജരാകാൻ കഴിയില്ല. തിങ്കളാഴ്ച ഉച്ചയോടുകൂടി ഹാജരാകാമെന്നൊരു നിർദ്ദേശമാണ് നിലവിൽ പി.സി. ജോർജ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പാലാ ഡിവൈഎസ്പിക്ക് ഒരു കത്തും നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ BNS ആക്ടിലെ ഈ പ്രധാനപ്പെട്ട നിയമ തടസ്സം ചൂണ്ടിക്കാട്ടിയാണ് ഈ പി.സി. ജോർജിന് അറസ്റ്റിൽ ഇപ്പോൾ ഒരു തടസ്സം നിൽക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ച ഉച്ചയോടുകൂടി പി.സി. ജോർജ് പോലീസ് സ്റ്റേഷനിൽ ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ ഹാജരാകും എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. ശരി, പി.സി. ജോർജിന്റെ വാക്കുകൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ അത് പിറ്റേ ദിവസം തന്നെ അദ്ദേഹം മാപ്പ് ചോദിച്ചതാണ് എന്ന വിശദീകരണമായി മകൻ ഷോൺ ജോർജ് ഈ വാർത്തകളൊക്കെ വരുന്ന പിന്നാലെ രംഗത്ത് വന്നിരുന്നു.